നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മൈ പ്ലാൻ എ ബി ആൻഡ് സി ഈസ് സ്കലോനി. ക്ലോഡിയോ ടാപ്പിയോ പറയുകയാണ്, സ്കലോനി അർജൻറ്റീനയുടെ പരിശീലക സ്ഥാനത്ത് തുടരുമോ എന്നതാണിപ്പോൾ അർജൻറ്റീന ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. വേൾഡ് കപ്പ് കഴിഞ്ഞ പാടെ സ്കലോനി പറഞ്ഞിരുന്നു, ഇനി ഡിസംബർ വരെ എനിക്ക് കോൺട്രാക്റ്റ് ഉണ്ട്, അതുവരെ ഞാൻ തുടരും, അതിനുശേഷം എന്ത് എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കുമെന്ന്. കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ ഒന്നും നടന്നിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. ഇങ്ങനെ ഇരിക്കുന്നൊരു ഘട്ടത്തിലാണ് ഇന്നലെ TYC സ്പോർട്സ് അർജൻറ്റീൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് ക്ലോഡിയോ ടാപ്പിയോയുമായിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നത്. അതിലാണ് ചോദ്യം, സ്കലോനി തുടരുമോ, എന്താണ് പ്ലാൻ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയാണ്, മൈ പ്ലാൻ എ ബി ആൻഡ് സി ഈസ് സ്കലോനി. പക്ഷേ സ്കലോനി എങ്ങോട്ടേക്കെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇവിടെ ചങ്ങലയിൽ ബന്ധിച്ച് നിർത്താനൊന്നും എനിക്ക് പറ്റില്ലല്ലോ. അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കണം. ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. അദ്ദേഹം ചിന്തിച്ച് അദ്ദേഹം ഒരു തീരുമാനമെടുക്കട്ടെ. ഇതാണ് ടാപ്പിയുടെ നിലപാട്. അദ്ദേഹം പറയുന്നു, സ്കലോനിയുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അദ്ദേഹം ഇവിടെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ്. അതേസമയം ഞാൻ വളരെയധികം നന്ദിയുള്ളൊരു വ്യക്തിയാണ്, ഗ്രേറ്റ്ഫുൾ പേഴ്സണാണ്. അതായത് സ്കലോനിക്ക് അദ്ദേഹത്തിൻ്റെ സമയം നമ്മൾ കൊടുക്കണം ഒരു തീരുമാനം എടുക്കാൻ. ഇനി എന്താണ് ഏറ്റവും നല്ലത്, എന്ത് തീരുമാനം അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്ന തീരുമാനം എടുക്കാൻ നമ്മൾ അദ്ദേഹത്തിന് സമയം കൊടുക്കണം. അദ്ദേഹത്തെ ഇവിടെ അദ്ദേഹം മറ്റെവിടേക്കെങ്കിലും പോകാൻ ആഗ്രഹിക്കുകയോ മറ്റെന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി മറ്റെന്തെങ്കിലും പ്രൊജക്റ്റ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതൊഴിവാക്കി ഇവിടെ ബന്ധിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഐ കാൺട്ട് കീപ് ഹിം ചെയിൻഡ് ഹിയർ. എനിക്ക് ഇവിടെ അദ്ദേഹത്തെ ചങ്ങലയിൽ ബന്ധിപ്പിച്ച് നിർത്താൻ പറ്റില്ലല്ലോ എന്നാണ് പറഞ്ഞത്. ഇവിടെ കെട്ടിയിടാൻ പറ്റൂലല്ലോ. സ്കലോനിക്ക് താല്പര്യം ഇതല്ല, മറ്റെവിടേക്കെങ്കിലും പോകണമെന്നാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. അതൊക്കെ അദ്ദേഹം തീരുമാനിക്കട്ടെ. എന്താണ് അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്നത് അദ്ദേഹം തീരുമാനിക്കട്ടെ. പക്ഷേ നമ്മുടെ പ്ലാൻ എ ബി സി ഒക്കെ സ്കലോനിയാണ്. സ്കലോനി തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ക്ലോഡിയോ ടാപ്പിയോ പറയുന്നത്. അതോടൊപ്പം തന്നെ ടാപ്പിയോ പറയുന്ന ഒരു കാര്യമുണ്ട്, അർജൻറ്റീന ടീമിന് ഈ സമീപകാലത്തുണ്ടായ സക്സസ്, ഈ ഫൈനൽ തോറ്റു ശരിയാണ്, പക്ഷെ അതിനു മുമ്പ് വേൾഡ് കപ്പ് കിരീടം, കോപ്പ അമേരിക്ക ഇരട്ട കിരീടങ്ങൾ, ഇതൊക്കെ സംഭവിച്ചത് അതായത് ടാപ്പിയ പ്രസിഡൻ്റായിരിക്കുമ്പോൾ അർജൻറ്റീന ടീമിനെ നയിക്കാൻ കേപ്പബിളായിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും അവരെ അവിടെ തുടരാൻ അനുവദിക്കുകയും ചെയ്തു. അതാണ് ഞാൻ വിചാരിക്കുന്നത് ഇതെല്ലാം അച്ചീവ് ചെയ്യാനുള്ളൊരു കാരണം പ്രധാനമായിട്ടും അത് തന്നെയാണ്. അതായത് മൈ സക്സസ് എന്ന് പറയുന്നത് ചൂസിങ് ഹൂ ലീഡ്സ് ദി നാഷണൽ ടീം ആൻഡ് സ്റ്റിക്കിംഗ് വിത്ത് ഹിം. ആരെയാണ് നാഷണൽ ടീമിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കുകയും ഞാൻ സെലക്ട് ചെയ്യുകയും ആ സെലക്ട് ചെയ്ത ആളെ ഞാനങ്ങ് അവിടെ അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ റിസൾട്ടുകളൊക്കെ ഉണ്ടായത് എന്നുകൂടി ടാപ്പിയോ പറയുന്നുണ്ട്. ഇനി എന്തായാലും അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ മത്സരങ്ങളുണ്ട്. സെപ്റ്റംബർ ഒക്ടോബറിൽ ഒരു ബിഗ് ഇൻ്റർനാഷണൽ ബ്രേക്കും നവംബറിലൊരു ബ്രേക്കും. ടോട്ടൽ ഒരു ടീമിന് 6 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കാം. പക്ഷേ അർജൻറ്റീന എത്ര കളികൾ കളിക്കുമെന്നുള്ളത് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.